സ്വാമി, വശ്യം എന്നൊരു ആവശ്യമായിട്ട് ഒരാൾ സ്വാമിയെ സമീപിക്കുകയാണെങ്കിൽ ആളോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെയാണ് സ്വാമിയുടെ സമീപനം? ഓം ശ്രീ വിഷ്ണുവായ നമഃ. നമ്മളെ അതിൽ വശ്യം എന്ന് പറയുമ്പോൾ ന്യായം നോക്കണം ആദ്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്തു കൊടുക്കാം. അതിന് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല. പ്രേമിച്ചിറക്കാണ്, നമുക്ക് പരിചയമില്ലാത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് വശ്യം കൊടുക്കണം. അതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ്. അതൊക്കെ പലയിടത്തും ചെന്നിട്ട് കുറേ കാശ് പോയ ആൾക്കാരുണ്ട്. വഴിയിൽ പോണ പെണ്ണുങ്ങളെ കണ്ടുകൊണ്ട് ഇഷ്ടമാണ്, അവളെ കണ്ടുണ്ട്, മിണ്ടണില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ കാശ് കളഞ്ഞ ആൾക്കാർ പോലും നമ്മളെ വിളിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ പരിപാടി നമ്മുടെ അടുത്ത് നടക്കില്ല. ആദ്യം നിങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ വശ്യത്തിൻ്റെ ഒരു ബലമുള്ളൂ. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ന്യായമായിട്ടുള്ള കേസേ ഞാൻ ചെയ്യുള്ളൂ. ആ ന്യായം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കൾ, അത് ഒന്നാമത്തെ ന്യായം. അല്ലെങ്കിൽ പിന്നെ അത്രയും ഇതായിട്ട് നിന്നിട്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നത്, അതൊക്കെ ഒരു ന്യായവും ഉണ്ടായില്ലൊക്കെ. അതിനെന്താ വെച്ചാൽ നമുക്ക് എന്തായാലും കർമ്മത്തിലൂടെ വശ്യത്തിലൂടെ ചെയ്യാം. പിന്നെ വശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും സക്സസ് ആവുന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലവർക്ക് മാത്രമേ സക്സസ് ആവുള്ളൂ. മനോബലം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ അതെനിക്ക് എന്താ പറയുക, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരും ഉണ്ട്. കുറേ കാശ് ലക്ഷങ്ങൾ ഇറക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുകയാണ്, ഇതിനെപ്പറ്റി ഒന്ന് മര്യാദയ്ക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കാശും കാര്യങ്ങളും കൊടുത്തു. ആർക്കാന്ന് വെച്ചാൽ കാശ് കൊടുത്തു. അല്ലാതെ വെറുതെ വഴി പോയ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഓരോരുത്തരെ കണ്ട് അവർ ചിരിച്ചു. എന്നാൽ പേര് അറിയാം, നക്ഷത്രം പോലും അറിയാത്ത ആൾക്കാർ പലയിടത്തും പോയി കർമ്മം ചെയ്ത ആൾക്കാർ എന്നെ വിളിക്കുന്നവരുണ്ട്. ഇതൊക്കെ എന്താണത്? ആ കാശ് പോകാമെന്നല്ലാതെ കാര്യങ്ങൾ നടന്നവരാരുമില്ല. എന്നിട്ട് അവരിന്നും വിഷമിച്ചിറക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംമാതിരി പേര്. എന്തിനു വേണ്ടിയിട്ട്? സ്വാമിയുടെ പേരും പറഞ്ഞല്ലേ, സ്വാമിയുടെ പേരിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ചീത്തയൊന്നും സ്വാമിയുടെ കുഴപ്പമില്ല കേട്ടാ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ബുദ്ധിമുട്ട് മാത്രമാണ്. സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ല കാര്യങ്ങൾക്കായിട്ടാണെന്നുണ്ടെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ.